ഉണ്ണി ഇതിനു മുമ്പ് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുള്ള ഉണ്ണിയുടെ മാളികപ്പുറത്തിന്റെ സക്സസ് ആഘോഷിക്കാൻ വേണ്ടിയാണ് അവരുടെ ടീം എല്ലാം കൂടെ വന്നത്. വീണ്ടും അടുത്ത സക്സസ് ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ണി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഉണ്ണീനെ നമ്മുടെ ഇൻട്രോയ്ക്ക് വേണ്ടി നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ വകയും കൂടെ ഞാൻ ഉണ്ണിക്ക് അവസരത്തിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി സ്വാഗതം പറയുന്നു. ഉണ്ണി, വിഷുവായിട്ട് ഒരു ചോദ്യം. ഉണ്ണി വളർന്നതൊക്കെ ഗുജറാത്തിലാണല്ലോ. വിഷു നമ്മുടെ കേരളത്തിലുള്ള ആഘോഷമാണ്. നിങ്ങൾ മലയാളി ആണെങ്കിലും അവിടെ വിഷു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഗുജറാത്തിൽ? ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. മാളികപ്പുറത്തിന് ശേഷം ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചു. ജയഗണേശൻ്റെ ഏറ്റവും പുതിയ സിനിമ റിലീസായി ഇപ്പോൾ ഇന്ന് 3-ാം ദിവസമായിരിക്കും വിഷുവിന്. ഒരുപാട് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ സിനിമ എല്ലാവരും നിങ്ങൾ പോയി കാണണം. വിഷുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇങ്ങനത്തെ സെലിബ്രേഷൻ വിഷുവിന് അവിടെ ഇല്ല. പക്ഷേ വീട്ടിലമ്മ എന്താ പറയുക, ഡെഫിനറ്റ്ലി കേരളത്തുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത്ര ആഘോഷപരമായിട്ട് ഗുജറാത്തിൽ പരിപാടികളില്ലെങ്കിലും ഓണത്തിനാണ് നമ്മൾ കേരളത്തെ വെട്ടിച്ച് പരിപാടികൾ നടത്താറ്. ഓണം കേരളത്തെക്കാളും 10 മടങ്ങ് ഭംഗിയായിട്ട് ഗുജറാത്തിൽ നടക്കാറുണ്ട്. മാവേലി അവിടെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. മാവേലി വന്നുകൊണ്ടേയിരിക്കും ആഴ്ചയിൽ. വിഷുവായിട്ട് നമ്മളോടൊപ്പം ഉണ്ണിയുടെ ഇൻട്രോയ്ക്ക് ഇപ്പം ഉണ്ണിയുടെ തന്നെ ജയഗണേഷിലെ പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത 4 പ്രതിഭകളുണ്ട്. അതിലൊരാൾ ഇപ്പം ജസ്റ്റ് റെസ്റ്റിലേക്ക് പോയി. നമ്മുടെ സുഹൃത്തുക്കളാണ്. പേര് പറയൂ നിങ്ങളുടെയൊക്കെ? എൻ്റെ പേര് റമീസ് എന്നാണ്. എറണാകുളമാണ് സ്വദേശം. ഞാനൊരു ബോഡി ബിൽഡറാണ്. ബോഡി ബിൽഡറാണ്? അതെ. ശക്തനായ എതിരാളിനെ ഉണ്ണിക്കെതിരെ ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. ഉണ്ണി 23 മിസ്റ്റർ കേരള ആയിരുന്നു. 2023 മിസ്റ്റർ കേരള അല്ലേ? ഗ്രേറ്റ്. പേരെന്താ പറഞ്ഞത്? റമീസ്. ഞാൻ ജോളി. ഞാൻ കാക്കനാടാണ് സ്വദേശം. ഞാനിപ്പോൾ മുളന്തുരുത്തി സ്വാശ്രയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു വുഡ് വർക്കിംഗ് യൂണിറ്റ് ഞാൻ നടത്തുന്നുണ്ട്. തക്ഷൻ ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ വീൽ ചെയർ സ്കിൽസൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടീമായിട്ട് വീൽ ചെയർ സ്കിൽസ് എങ്ങനെയാണ് ഒരു വീൽ ചെയർ യൂസർക്ക് ആവശ്യം എന്നുള്ളതിനെ പറ്റിയിട്ട് അവയർനെസ് കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വീൽ ചെയർ സ്കിൽസ് ലേണിംഗ് അല്ലേ? ഗംഭീരം. അവിടെ എൻ്റെ പേര് നിഷാൻ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ മോഡലാണ്, പാഷനേറ്റ് മോഡലാണ്. അതെ. അപ്പോൾ ലൈക്ക് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് ഇതിലോട്ട് വന്നതും ഇപ്പോൾ മോഡലിംഗ് ഷോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ, ഗോവ, മുംബൈ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഒരു കമ്പനിയിലല്ലാതെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള ഒരു കമ്പനിയാണ്. ഈ പാരാപ്ലേജിക് ആയിട്ടുള്ള
ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ടുള്ളവരെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരിക, അവരെ ആക്റ്റീവ് ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു മൊബിലിറ്റി വെഹിക്കിളുള്ളൊരു കമ്പനിയാണ് ഈ ഒരു നമ്മുടെ ചെന്നൈ കമ്പനി. ഇപ്പോൾ അവിടെ അതിലും ഒരു വർക്ക് ചെയ്യുവാണ്. താങ്ക് യു. എക്സലന്റ്. ഈ വീൽ ചെയർ സ്കിൽ ലേണിംഗ് എന്നുള്ള ഈ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആക്ച്വലി ഞാൻ റീഹാബിലിറ്റേഷനിൽ പോയിട്ടാണ് അവിടെ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി കഴിയുമ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് മാറിയിരിക്കണമെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് ഒരു റീഹാബിലിറ്റേഷനിൽ കൊടുക്കുന്നത്. നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും ഹോട്ടലുകൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസ് എല്ലാം കുറച്ചുകൂടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. അവിടെ അതിനുള്ള ആക്സസിബിലിറ്റി ഉള്ള വഴികളുണ്ട്, അതിനുള്ള സ്ലൈഡ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലും ഉള്ള പല പൊതുസ്ഥലങ്ങളും പൊതു ഇടങ്ങളും ഒന്നും ഈ വീൽ ചെയറിന്റെ ആക്സസിബിലിറ്റിക്ക് പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതല്ല, അല്ലേ? അതെ അതെ, ഉറപ്പായും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ചെറിയൊരു കടമ്പ ചാടി കിടക്കണമെങ്കിൽ, ഒരു ചെറിയൊരു ഒരടി പൊക്കമുള്ളൊരു സ്ഥലം ചാടി കിടക്കണമെങ്കിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ചുകൂടെ സ്കിൽഡ് ആയിരിക്കണം. ശരിയല്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് ഇതിന്റെ ആവശ്യകത വരുന്നത് തന്നെ. ഇപ്പം ഈ മൂവിയുടെ ഷൂട്ടിൽ തന്നെ ഉണ്ണിയേട്ടൻ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതെ അതെ. ആസ് എ ഫസ്റ്റ് ടൈം വീൽ ചെയർ യൂസർ എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ടാവുന്ന. എനിക്ക് ഡെഫിനറ്റ്ലി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമ ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രം ചെയ്തതിന് ശേഷം വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. ആൻഡ് എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അഗെയിൻ ഒരു കഥാപാത്രം മുന്നിൽ വന്നപ്പോഴാണ് എൻ്റെ ചിന്തകൾ തന്നെ ആക്ച്വലി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ സൊസൈറ്റിയിൽ. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ എൻജിനീയർഡ് ആൻഡ് ഡിസൈൻഡ് ഒരു എന്താ പറയുക സോ കോൾ നോർമൽ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിപ്പോയി. ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി. ബട്ട് ഐ ഫീൽ ദാറ്റ് എനിക്ക് അതിൽ നിന്ന് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, ബ്രോ ബോഡി ബിൽഡിങ്ങിലാണ്. എനിക്കറിയാം ഞാൻ എടുക്കുന്ന 25 kgs നിങ്ങൾ എടുക്കുന്ന 25 kgs ഒന്നാണെന്ന്. അപ്പോൾ നമ്മളിവിടെ വ്യത്യാസമൊന്നുമില്ല. താങ്ക് യു. ഞാൻ ഇവിടെ എത്തിച്ചത് എൻ്റെ സുഹൃത്തുക്കൂടെയായിട്ടുള്ള ജോളിയാണ്. ജോളിയായിട്ടുള്ള എൻ്റെ കോൺടാക്റ്റിലാണ് ഇവർ എത്തിയത്. നമ്മുടെ സമയത്തിനനുസരിച്ച് അവരുടെ സമയം മാറ്റിവെച്ച് എത്തി. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഫുൾ ടീമിനും ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു. മലയാളികൾക്ക് പ്രിയങ്കരിയായ നായിക മഹിമ നമ്പ്യാർ. ഹലോ മഹിമ, ഹാർട്ടി വെൽക്കം. Thank you so ഇവിടെ ഇപ്പൊ much. നിധിയായിട്ടാണോ എത്തിയിരിക്കുന്നത്, മഹിമയായിട്ടാണോ എത്തിയിരിക്കുന്നത്? ഇപ്പൊ മഹിമയായിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരുടെ കൂടെയും വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ മഹിമയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അടിപൊളി. അപ്പൊ നല്ല മഹിമയ്ക്ക് ഇന്നോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തുക വിഷു കൈ നീട്ടം എത്ര രൂപയാണ്? ആ വിഷു കൈ നീട്ടം ഏറ്റവും വലിയ തുക ആ എനിക്ക് അല്ല, ഇവിടെ സാർ ഇഡി റൈഡിന് വേണ്ടി ഒന്നും ചോദിക്കുവല്ല, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അത് എത്ര തന്നെയാണെങ്കിലും പറഞ്ഞോളൂ, ഒരിക്കലും അതിൽ കുറയില്ല. രമേശ് ഏട്ടൻ ആണോ, തരാൻ പോവാണോ? പിന്നില്ലേ എനിക്ക് ഉണ്ണി സഹായിക്കണം. ഇല്ലത്തൊന്നും എടുക്കാനില്ല. ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ ലാഭത്തു നിന്ന് ഒരു 10% വിഷു കൈ നീട്ടായിട്ട് കൊടുക്കാൻ. എനിക്ക് കഴിഞ്ഞ വർഷം വിഷുവിന് അമ്മ എനിക്കൊരു ശ്രീകൃഷ്ണന്റെ ഒരു കുഞ്ഞു വിഗ്രഹം തന്നായിരുന്നു. സ്വർണത്തിലായിരുന്നോ? അല്ല അല്ല, ഞാൻ വിലന്ന് ഏറ്റവും വിലപ്പെട്ടെന്ന് ഉദ്ദേശിച്ചത് സ്നേഹത്തിന്റെ ഒരു വെയിറ്റേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയ എന്റെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് അതായിരിക്കും. ഞാൻ കാശിന്ന് എടുത്ത് ചോദിച്ചു കേട്ടോ, എന്നാലും അവരെന്നെ മറിച്ച് 500 രൂപ അമ്മ തരാറ് ചെറുപ്പം തൊട്ടേ. അപ്പൊ ചെറുപ്പം തൊട്ട് 500 കിട്ടുന്നുണ്ടല്ലേ? 500. അപ്പോൾ ഓ, കൂടിപ്പോയാ എനിക്കൊക്കെ 1 രൂപയെന്ന് കടക്കാൻ 20 വയസ്സെങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാ. ഈ ഭാഗം മാത്രം റീൽസ് ആയിട്ട് വരും. മഹിമ തള്ളു തള്ളു. ഇവിടെ എങ്ങനെയാണ്? 500 കിട്ടിയിട്ടില്ല. അയ്യോ, എനിക്ക് എന്താ ആ 2 രൂപയുടെ അല്ലെങ്കിൽ ചില്ലറയൊക്കെ ആയിട്ട് കുറച്ച് കിട്ടാന്നല്ലാതെ ഭയങ്കര 500 ടൂ മച്ചാ. ഇപ്പോഴും കിട്ടിയിട്ടില്ല 500. ഇപ്പൊ അങ്ങനെ പറയില്ല. 500 ഇല്ല അച്ഛനും. ശരി, വിഷുവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്റെ അടുത്ത ചോദ്യം. നമ്മൾ തന്നെത്താൻ ഈ പടക്കം കത്തിച്ചിടാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട്. ഓലപ്പടക്കത്തിന് കത്തിച്ചിട്ട് ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ തിരി അതിന്റെ ആ പീക്ക് ടൈമിൽ നമ്മൾ പടം റിലീസ് ചെയ്യാന്ന് വെച്ചാൽ അത്ര വക്കത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്യാനായിട്ട് ടെൻഷനുള്ള പരിപാടിയാണ്. അങ്ങനെ പടക്കം കത്തിച്ചിടാനായിട്ട് എത്ര വയസ്സ് ചെയ്തിട്ടുണ്ടോ? പേടിയുണ്ടോ? എന്താ? ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. ധൈര്യമുണ്ട്. ആക്ച്വലി അഗൈൻ എൻ്റെ എല്ലാ ഓർമ്മകൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. വെച്ചാൽ ദീപാവലിയിലാണ് ഞാൻ കൂടുതൽ അത് പടക്കം പൊട്ടിച്ചേക്കണേ. ഞാൻ എപ്പോഴും മറന്നു. ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഇവിടെ. ദീപാവലി പരിപാടിയാ. ശരിയാണല്ലോ. മഹിമയോ? ഞാൻ ഇന്നേ വരെ ആ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. മറ്റേ കമ്പിത്തിരിയും പൂത്തിരിയും അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ തന്നെ ധാരാളം. പിന്നെ കണ്ട് ആസ്വദിക്കുക, ഈ വക പരിപാടികൾ മാത്രം. ഞാനൊക്കെ അന്നേ ശാസ്ത്രജ്ഞനാ. ഈ ചിരട്ടയുടെ കണ്ണു വഴി തിരി തള്ളി വെച്ചിട്ട് പൊട്ടിക്കുക, പടക്കം കത്തിച്ചിട്ട് പാത്രം വെച്ച് മൂടി വെക്കുക,
റിസ്ക് പടക്കത്തിന് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. വെറുതെ അങ്ങനെ പല തരത്തിൽപ്പെട്ട റിസ്കുകൾ. പറയണ്ടല്ലോ ഇവിടെ ചില പടക്കം ഇങ്ങനെ പറയണ കത്തിച്ചുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് എല്ലാ വിഷുവിനും വരും. മറ്റേ മതിലെ വെച്ചിട്ട് ഓടുന്ന അമ്മാവനല്ലേ? അയ്യോ അതെ, ഇത്രയും ഫാൻസ് ഉള്ള ആള്. രഞ്ജിത് ശങ്കറിന്റെ തിരക്കഥ കേട്ടപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കേട്ടപ്പം മഹിമ വളരെ ഗൂസ്ബം ഉണ്ടായെന്ന് പറഞ്ഞു. പലപ്പോഴും രഞ്ജിത് ശങ്കറിന്റെ അത്തരത്തിലുള്ള പല തിരക്കഥകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സമൂഹത്തിൽ ഒരു കൂട്ടത്തോടു കൂടി ജീവിച്ചു പോകുന്ന കൂട്ടത്തിൽ പല ഓട്ടങ്ങളിലും നമ്മൾ സാധാരണ ആളുകളോടൊപ്പം ഈ മത്സര വേഗത്തിനൊപ്പം എത്താൻ പറ്റാതെ പോകുന്ന ആളുകളെ ഒരു സൈഡ് ക്യാരക്ടറായിട്ടല്ല മെയിൻ ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമുക്കറിയാം വലിയൊരു വിഭാഗത്തെ ആ സിനിമ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. സൂസു സുധി വാത്മീകം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തപ്പം അതൊരു വലിയ വിഭാഗത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പലതരത്തിലുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജയ് ഗണേഷും അങ്ങനെ തന്നെ കൊമേഴ്സ്യലി സക്സസ് ആകുമ്പോഴാണ് ആ സിനിമ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിന് വലിയ സന്തോഷമുണ്ടാകുന്നത്. അത്തരത്തിലുള്ള മനോഹരമായൊരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ രഞ്ജിത്ത് ശങ്കറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കണ്ടു. അപ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകരോട് വലിയൊരു നന്ദിയാണ് പറയാനുള്ളത്. കാര്യം നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തൊരു സിനിമയാണ് പല രീതിയിൽ. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ വിഷു പറഞ്ഞ വിഷു എന്ന് പറയാലോ അല്ലേ? പറയാം, വിഷു എന്ന് ആ സിനിമകളിൽ നിന്ന് ഈ സിനിമകളുടെ വ്യത്യാസം, ആ സിനിമകൾ കുറേയും കൂടെ ഒരു ഇമോഷണൽ ജേർണി മാത്രമാണ് ഈ ക്യാരക്ടേഴ്സിൻ്റെ. ഗണേഷ് കണ്ടവർക്കറിയാം, അത് ബേസിക്കലി ഇറ്റ്സ് ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ച്വൽ ഒരു സിനിമയിലെ ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ ഒരു ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് വിജയിച്ചതിൻ്റെ ഒരു സന്തോഷം. ഏതൊരു പഠിച്ചിട്ടുണ്ട്? പോസ്റ്റ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കുറെ ചിന്ത കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അത് വിഷുവിനെ പറ്റി പറയണം. അതിപ്പോൾ രാമന്റെ എന്തോട്ടം പറഞ്ഞല്ലോ, അതിന്റെ ടേലന്റ് എന്ന് പറയുന്നത് ഞാനും വിഷു കൂട്ടാണ് എഴുതിയത്. പല ഡയലോഗുകളും എനിക്ക് വിഷു. അത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിനകത്ത് ഇദ്ദേഹത്തിന്റെ സ്വാധീനമുണ്ട്. ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യം സംസാരിച്ച 2-3 കൂട്ടങ്ങളിൽപ്പെട്ട ഒരാളാണിത്. ഒന്നും നോക്കണ്ട, വടി എടുത്തു അടിച്ചു എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ വിദ്യാഭ്യാസമുള്ള മഹിമ ആദ്യം പോവാം. നിങ്ങളുടെ ജിമ്മിൽ പോകുന്നവര് വേറെ പോകും. കേശവമാവനില്ലേ? കേശവമാവനുണ്ട്. കഴിഞ്ഞ തവണ കേശവമാവൻ ഉണ്ണിയെ പറ്റി മറ്റേ ഗുജറാത്തിൽ നിന്നും വന്നൊരു മലയാളി സ്റ്റാർ ആണ് ഞാൻ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി ജനകീയ ഹിറ്റായിരുന്നു. ഇത്തവണ എന്തായാലും ഉണ്ണിഭക്തി ഗാനങ്ങളുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അമ്മാവനാ വിളി വിളി വിളി. പുള്ളി കണ്ണ് പൊത്തിച്ചിട്ട് കണി കാണിക്കാനെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് കളയായിരുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്താണ് വിശേഷം? എല്ലാവർക്കും നല്ല ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്ത് സന്തോഷമാണല്ലോ. വല്ലവന്റെ ചെലവി താമസം, ഭക്ഷണം, വസ്ത്രം എന്താ കുട്ടിക്കാൻ നിങ്ങൾക്ക് ഒരു കാരണമില്ലല്ലോ. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് വിഷു ആയിട്ട് ഞാൻ ഒരു നല്ലൊരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണം ഉണ്ണിക്ക് വേണ്ടിയിട്ട്. വിഷു ആയിട്ടെങ്കിലും ഉണ്ണിക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ആയിക്കോട്ടെ. മല്ലു സിംഗിൽ സ്റ്റാറായപ്പോൾ നോട്ടമിട്ടു നിന്നെ, മാളികപ്പുറം കണ്ടപ്പോൾ കട്ട ഫാനായി നിന്റെ പിന്തുടർന്നു വന്നു ഞാനും നെക്സ്റ്റ് മൂവി തേടി. അപ്പോതാണ്ട് പിന്നെയും വന്നു ജയ് ഗണേഷുമായി. RDXൽ മിന്നിയ മഹിമ വീണ്ടും ദേ വന്നു. ഉണ്ണി മുകുന്ദനു നായികയായി ഇന്നും നാം കണ്ടു. ഇത്ര നല്ല ഹിറ്റു നൽകി സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ സാറോ ചങ്കു തന്നെയാ. മുകുന്ദ മുകുന്ദ ഉണ്ണി മുകുന്ദ മുകുന്ദ, പടം താ വേഷം സ്ഥിരം താ മുകുന്ദ. അടിപൊളി അടിപൊളി. അടിപൊളി. താങ്ക് യു.
നല്ല പാട്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പോ ഇങ്ങനെ വേഷം കൊടുക്കണം. ഷുവർ. എനിക്ക് എന്തായാലും പത്താം വളവ് എന്ന സിനിമയിലേക്ക് ഞാൻ കണ്ട സിനിമയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു. ഞാൻ പപ്പേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഡെഫിനറ്റ്ലി വരാൻ പോകുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ജയഗണേഷ് എന്ന സിനിമയിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, അധികം ക്യാരക്ടേഴ്സ് അധികം വരുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം എന്തായാലും. താങ്ക് യു. ഇനി കേൾക്കാം മറ്റൊരു രസകരമായ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ഫ്രം സംഗീത് റാം. ഞാനിവിടെ ഒരുപാട് എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട് കേട്ടാ, ഓ മോനെ മൈസൂർ പാക്കിലും മൈസൂരില്ല എന്ന് പറഞ്ഞ പോലെ കേട്ടാ എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ കോമഡിന്ന്. അവരെ ഞാൻ കുറ്റം പറയാനില്ല. കാരണം പണ്ട് ഒരു 20 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങ എടുത്തിട്ട് ഇതൊരു തേങ്ങയല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒന്ന് പോയടാ ചിരിപ്പിക്കാണ്ട് എന്ത് പറഞ്ഞാൽ. പക്ഷെ ഇപ്പം അത് പറഞ്ഞാൽ നടക്കുന്നില്ല. ഒന്ന് പോയടാ വെറുതെ വെറുപ്പിക്കാണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ കുടിക്കാൻ കൂടി വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു. തുള്ളി വെള്ളമില്ല. പക്ഷെ അവിടെ വേറൊരു മാറ്റം സംഭവിച്ചു. അവിടെ പാലിന് കട്ടി കൂടി. അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാവുന്നുണ്ട്. പക്ഷെ കോമഡി ചീഞ്ഞാൽ അങ്ങനെയല്ല, ഒന്ന് ചീഞ്ഞാണല്ലോ അറ്റം വരെ ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ ആസ്ഥാന ഗായകന്മാരുണ്ടാവുമല്ലോ, അതുപോലെ ആസ്ഥാന കോമഡിയന്മാരുണ്ടാവും. അങ്ങനെ ഒരാളോട് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഒരു കോമഡി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞെന്ന കോമഡിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പുള്ളി പറഞ്ഞു, ബോംബ് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോൾ പൊട്ടുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾക്കറിയോ? അറിയുന്നു പറയണ്ട, ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ പുള്ളി പറയാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ടഫോ എന്ന വെച്ചോട് കൂടി അത് പൊട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബോംബ് വെച്ചത് പൊട്ടുമെന്ന്. ഈ കോമഡി കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എന്ത് ചെയ്യാനാണ്? ഇതുകൊണ്ടാണ് പറയുന്നത് തമാശ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സയുടെ മഞ്ഞ പൊട്ടാതെ എടുത്ത് കഴിക്കുന്ന പോലെ ഒരു പ്രതിഭാസമാണ് എന്ന്. എൻ്റെ കോമഡി പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് മനോജ് ഇംഗ്ലീഷ് മീഡിയം, യെസ്, അവന് ഒരുപാടൊന്നും ഇംഗ്ലീഷ് അറിയില്ല, ഒരു മീഡിയം ലെവലേ അറിയുള്ളൂ. അവൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നത് എനിക്കും മെസ്സിക്കും ഒന്നും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഒരു ചങ്ക് ബ്രോ ഉണ്ട്, ഒരു അപ്പൂപ്പൻ, പുള്ളിക്കാരന് അത്യാവശ്യം കൗണ്ടറൊക്കെ അറിയാം. പുള്ളി വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കിട്ടും, നീ എൻ്റെ വീട്ടിലേക്ക് വായോന്ന്. അങ്ങനെ ഇവൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയാതെ ഇവൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോലും പറയാതെ പോയി കഴിഞ്ഞാൽ എന്നെ അന്വേഷിക്കില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഒരാളും അന്വേഷിക്കില്ല. പക്ഷെ 10-500 വീട്ടിൽ കാണാതായി കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് എന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഇവൻ്റെ വീട്ടിൽ പോയി, നാട്ടിലിറങ്ങി ബസ് ഇറങ്ങിയപ്പോൾ ഇവനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ടെൻഷനായി. ഇവന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പണ്ട് ക്യാരം ബോർഡ് കളിക്കാൻ വിളിച്ചപ്പോൾ നീ ഗ്രൗണ്ടിലേക്ക് വിട്ടോ, ഞാൻ ഷൂസ് ഇട്ട് വരാം എന്ന് പറഞ്ഞ് ഓടിപ്പോയാനാണ് ഇവൻ. മാത്രമല്ല ഇവന് ഞാൻ രാത്രി മെസ്സേജ് അയക്കുന്നത്, ഇപ്പോൾ രാവിലെ മോർണിംഗ് മെസ്സേജ് അയച്ചു വിചാരിക്കാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് മെസ്സേജ് അയക്കുക. കാരണം നമ്മുടെ മെസ്സേജ് തുറന്നു നോക്കുമ്പോൾ പാതിരയാവും. അങ്ങനെ ഒരുത്തരാണ് ഇവൻ. അങ്ങനെ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവൻ ഫോൺ എടുത്തു. ഈ ഫോൺ എടുത്തിട്ട് പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന്. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയാം, പാർട്ടി വിട്ടുപോയ ആൾ തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോ? പക്ഷെ 10 മിനിറ്റിനുള്ളിൽ വരും എന്ന് പറഞ്ഞാൽ ഒരുത്തനും വിശ്വസിക്കരുത്, അവൻ വരില്ല. അങ്ങനെ ഇവനും കാത്ത് ഞാനവിടെ നിന്നു. കാരണം എന്താ പറയുക, ഒരു അരമണിക്കൂറോളം ഇവനെയും കാത്ത് ഞാൻ ഭീമൻ്റെ ഒക്കെ നിൽക്കുന്ന പോലെ ആ ബസ് സ്റ്റോപ്പിൽ നിന്നു. പക്ഷെ എനിക്കൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ചേട്ടനും കൂടി അവിടെ നിന്നിരുന്നു. പുള്ളിയെ കണ്ടാൽ അറിയാം പുള്ളിയാണ് ആ നിയോജക മണ്ഡലത്തിലെ MP എന്ന്. MP മീൻസ് മണിയമ്പ്ര പുരുഷോത്തമനല്ല, മദ്യപാനി. അപ്പോൾ പുള്ളിയുടെ നിപ്പ് കണ്ടാൽ പുള്ളി ഒരു മുണ്ട് എടുത്തിട്ടുണ്ട്. ഈ മുണ്ട് എന്തിനു വേണ്ടിയാണോ ഉടുത്തിരിക്കുന്നത് ആ ഉപയോഗം മാത്രം നടന്നിട്ടില്ല. ആ ഒരു സീൻ ആലോചിച്ച് കഴിഞ്ഞാൽ മറക്കുമോ മനുഷ്യനുള്ള കാലം. പുള്ളി ഒരു ബീഡി വലിക്കുന്നുണ്ട്. ഈ ബീഡിയുടെ മുകളിലാണ് പുള്ളി നിൽക്കുന്നത് തന്നെ. ഒരു ബീഡി അങ്ങോട്ട് വലിക്കുമ്പോൾ 20 ചുമ അങ്ങോട്ട് ചമയ്ക്കും. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു KSRTC ബസ് എന്ന് പറഞ്ഞ് ഇടിച്ചില്ല നിലക്കാട് പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു അത് കല്യാണ വണ്ടിയാ. അപ്പം ഞാൻ പറഞ്ഞു അല്ല, അത് KSRTC ബസ്സാണ്. അതെ, അത് തന്നെ കല്യാണ വണ്ടി. ഞാൻ പറഞ്ഞു അതെങ്ങനെ, KSRTC അല്ലേ? അതെ, അവനവൻ്റെ അമ്മയെ കെട്ടിക്കാൻ പോവല്ലേ നാറിന്ന്. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്നു. ഇവൻ വന്നിട്ട് പറഞ്ഞു വാ നമുക്ക് ആ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോവാന്ന്. അങ്ങനെ ഈ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയി. പടിപ്പുരയെന്ന് നോക്കിയാൽ കാണാട്ടോ ആ അപ്പൂപ്പനെ അമ്മൂമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പടിപ്പുര കിടന്ന് ഞാൻ ഈ അമ്മൂമ്മേനെ ഒന്ന് നോക്കി. അമ്മൂമ്മയുടെ ഫേസ് എന്നറിയാം ഈ തള്ളയ്ക്ക് ഞാൻ വന്നത് അവിടെ ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ചെന്നിട്ട് ഇവൻ എന്നെ പരിചയപ്പെടുത്തി. ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ഷെഫാണ്. അപ്പം അപ്പൂപ്പ പറഞ്ഞു ഷെഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതൊരു ജോലിയാണ്. ഷെഫ് എന്ന് പറഞ്ഞാൽ പാചക വിദഗ്ധൻ. ഓ, പാചക വിദഗ്ധൻ. പക്ഷെ വേഷഭൂഷാദികൾ കണ്ടു കഴിഞ്ഞാൽ ഷെഫാന്ന് പറയില്ല കേട്ടോ. അപ്പം ഇവൻ പറയാണ് അത് ഇവൻ ഉണ്ടാക്കിയത് കഴിച്ചാലും പറയില്ല ഇവൻ ഷെഫാണെന്ന്.
കൂടെ നടന്ന് കുഴി പറിക്കുക എന്ന് പറയില്ലേ, അത് ഇവനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ഞാനവിടെ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു പട്ടിക്കൂട് 2 പട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാനും അടിച്ചു, അപ്പൂപ്പ പട്ടിയൊക്കെ ഉണ്ടല്ലോ, നല്ല വലിയ മുഴുത്ത പട്ടിയാണല്ലോ. അത് പുള്ളിക്കാരന് ഇഷ്ടമായി. പക്ഷെ പുള്ളിക്കാരൻ 5 മിനിറ്റ് ഗ്യാപ്പിലാണ് എനിക്ക് റിപ്ലൈ തന്നത്. ആദ്യം പുള്ളി എന്നെ നോക്കിയിട്ട് ഒരു തുപ്പിയതിന് ശേഷമാണ് മറുപടി തന്നത്. പുള്ളി പറഞ്ഞു, അതെ അത് നല്ല മുഴുത്ത ഇനം ഒരു പട്ടിയാ. അപ്പം ഞാൻ ചോദിച്ചു, ഏതാ സാധനം? അത് ജർമ്മൻ ഷിപ്പ്യാർഡ്. വീണ്ടും ഞാൻ അടുത്ത നമ്പറിന് വേണ്ടി ഒന്ന് അന്വേഷിച്ചു. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഈ അമ്മൂമ്മ നോക്കിയപ്പോൾ അമ്മൂമ്മ കലിപ്പിട. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, ആ ഫോട്ടോയിലൊക്കെ നിങ്ങളുടെ ബന്ധുക്കാരായിരിക്കുമല്ലോ, നല്ല ഫോട്ടോ, നല്ല ജീവനുള്ള ഫോട്ടോ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് അമ്മൂമ്മ പറയാം, അതൊക്കെ ജീവനുള്ളപ്പോൾ എടുത്തന്നെ മോനെ. അപ്പം അപ്പൂപ്പൻ സ്നേഹത്തിൻ്റെ പേരിൽ എന്നോട് ചോദിച്ചു, മോനെ നിങ്ങൾ വരുമ്പോൾ വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? അതിന് ഞങ്ങളല്ലേ ഡയലോഗ് പറയണ്ട്. അതിന് അമ്മൂമ്മ പറഞ്ഞു, അമ്മൂമ്മ പറയണേ ഇവരൊക്കെ കഴിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ടാവും, അല്ലാണ്ട് ഇവർക്ക് എന്താ പണിയെന്ന്. വീണ്ടും അപ്പൂപ്പനൊരു ഓപ്ഷൻ വെച്ചു, വല്ല ചായയോ കാപ്പിയോ എടുക്കണോ? അതിന് ഈ അമ്മൂമ്മേൻ്റെ ഡയലോഗ് പറയണ്, പാലില്ല ഒക്കെ ഒഴിച്ചു. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ഈ ഒഴിച്ച വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ അമ്മൂമ്മ ഉറഞ്ഞു തുള്ളണം നമ്മൾ കണ്ടുവരും. അങ്ങനെ ഈ കൂട്ടനടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മനോജ് ഇംഗ്ലീഷ് മീഡിയം മുന്നേ പോയിരിക്കണു. അവസാനം പട്ടിയെ തുറന്നു വിടുന്നതിനൊക്കെ മുന്നേ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞാനും തിരിച്ചു വന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു കാര്യം പറയാം, ഈ നാട്ടിലൊരാളും നല്ലൊരില്ല. ഇനി ആദ്യമായിട്ട് ഞാനാണ് നന്നാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാർക്ക് ചീത്ത വരാ. അതുകൊണ്ടാണ് ഞാൻ നന്നാവാത്തത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിഷു ഓൾ ദ ബെസ്റ്റ്. ഫ്രീഡം ഓൺ വീൽസ് എന്ന കൂട്ടായ്മയിലെ കലാകാരന്മാരാണ് നമ്മോടൊപ്പം വേദിയിലുള്ളത്. അതിൽ നമ്മുടെ ജോമറ്റ് ഇതിനു മുമ്പ് സ്റ്റാൻഡപ്പ് കോമഡി നമ്മുടെ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഗതം എല്ലാവർക്കും. ഒരു 12 വർഷമായി ഇതുപോലെ വീൽ ചെയറിലിരിക്കുന്നവരെ കൂട്ടിയിട്ട് സംഗമങ്ങൾ നടക്കുന്നു. ആ സംഗമങ്ങളിൽ ഇതുപോലെ കഴിവുള്ള കലാകാരന്മാർ ചിലപ്പോൾ വന്ന് പാട്ട് പാടാറുണ്ട്. അങ്ങനെ ഒരു യാദൃശ്ചികമായിട്ടൊരു പാട്ട് കേട്ടപ്പോഴാണ് ഇതുപോലുള്ള കലാകാരന്മാരുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളവരെ പുറം ലോകത്ത് എത്തിക്കുക, അല്ലെങ്കിൽ മുഖ്യധാരയ്ക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ആ 12 വർഷത്തോളം തുടങ്ങിയതാണ് ഇന്ന് ഈ വേദി. 500 വേദികൾ കഴിഞ്ഞു ഫ്രീഡം ഓൺ വീൽസ് ഈ സംഘടന ഗാനമേള ട്രൂപ്പായിട്ടും നാടകമായിട്ടും. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ വീൽ ചെയർ നാടകം ഛായ എന്ന് പറഞ്ഞിട്ടൊരു നാടകം, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വീൽ ചെയർ നാടകം സുവർണ തിയേറ്റേഴ്സിൻ്റെ കീഴിൽ ഞങ്ങളാണ് വേദിയിൽ എത്തിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ സൂര്യ ഫെസ്റ്റിവൽ അതിൽ വരെ 3ാമത്തെ സ്റ്റേജിൽ പോയി കളിക്കാൻ സാധിച്ചു. ഗംഭീരമായി. എനിക്ക് ജസ്റ്റ് കട്ടിയാണ്, എനിക്ക് ഉണ്ണീനെ പരിചയമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണി ഞങ്ങളുടെ സെക്രട്ടറിയാണ്. നമ്മൾ UMF ഞാൻ ഈ സിനിമ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു സിനിമയുമാണ്, കഥാപാത്രമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പനി ഉണ്ണിമുകുന്ദൻ ഫിലിംസ്, ഞങ്ങൾ ഒരു 100 വീൽ ചെയറുകൾ ഈ അടുത്തായിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്രീഡം ഓഫ് വീൽസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ണീനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീര പെർഫോമൻസാണ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയതിലും. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഫ്രീഡം ഓൺ വീൽസിന് ലഭിക്കട്ടെ. ഡെഫിനറ്റ്ലി ഈ സിനിമയുടെ വിജയം അതിനൊരു വലിയൊരു തുടക്കം തന്നെ ആകട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ മാർട്ടിൻ, എൻ്റെ വീട് നെട്ടൂരാണ്, എറണാകുളം ജില്ലയിൽ തന്നെ. മരട് മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ആപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ധന്യ, മൂവാറ്റുപുഴയാണ് വീട്. ഞാനിപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ട് ടെമ്പററി പോസ്റ്റ് വർക്ക് ചെയ്യുന്നു. പേര്? എൻ്റെ പേര് സജി, സ്വദേശം വാഗമണ്ണാണ്. നിങ്ങളെപ്പോലെ ഇത്രയും ഇൻസ്പയറിംഗ് ആയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം, അതിൻ്റെ ഭാഗ്യമായി കാണുന്നു. ഞങ്ങളുടെ സിനിമ ജയഗണേഷ് ഇതുപോലെ ഇൻസ്പയറിംഗ് ആയ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ കഥയാണ് പറയുന്നത്. അപ്പം റിയൽ ലൈഫിലുള്ള സൂപ്പർ ഹീറോസ് ആണ് നിങ്ങളൊക്കെ. അപ്പം നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനും നിങ്ങളുടെ ഈ സംരംഭം ഫ്രീഡം ഓൺ വീൽസ് എന്നുള്ള ഈ സംരംഭത്തിനെ പറ്റി സംസാരിച്ചതിനും താങ്ക് യു സോ മച്ച്. നമസ്കാരം. എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമസ്കാരം സാർ. ഞാൻ ശരിക്കും പറഞ്ഞ ഈ സിനിമയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് നിങ്ങളെ നേരിട്ട് കാണാൻ ആ സമയത്ത് എനിക്ക് പരിചയമില്ലായിരുന്നു. എനിക്ക് പരിചയമുള്ള 2-3 വ്യക്തികളോട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നിങ്ങളെ കാണുന്നതും നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ നിങ്ങൾ ഏറ്റവും
നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്വം. അപ്പോൾ അതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓ താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. ജോമറ്റെ അഴിച്ചുവിട് ജോമറ്റെ. ജോമറ്റ് ഇങ്ങനെ കത്തി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ജോമറ്റിന് എന്തൊക്കെയോ എനിക്ക് കാണിക്കാനുണ്ട്. ചെറിയ മിമിക്രി. പൊളിക്കും. അപ്പോൾ നമ്മുടെ JJK എന്ന് പറഞ്ഞ സിനിമയിലെ ബേസിലിൻ്റെ അമ്മയായിട്ട് ആ ക്യാരക്ടർ ചെയ്ത മനോഹരമാക്കി ചെയ്ത കുടശനാട് കനകം. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടല്ലായിരുന്നോ ചവിട്ട്? അയ്യോ ചവിട്ടെന്ന് പറഞ്ഞ എന്നാ മാതിരി ചവിട്ടാ? എൻ്റെ ചെറുക്കൻ്റെ ആ പെണ്ണെടുത്ത് ചവിട്ടിയിട്ടേ അപ്പുറത്തെ ഗിരിജാട പറപ്പിന്ന് പിറകിക്കോട്ട് വന്നു. അടുത്തായിട്ട് നമ്മുടെ സജി ഒരു മിമിക്രി. സജി ചേട്ടാ എന്തോ? ഞാന് നമ്മുടെ അരിസ്റ്റോ സുരേഷ് ചേട്ടനൊന്ന് അനുകരിച്ചു. വെറൈറ്റിയോട് വെറൈറ്റിയാണ് പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെയുള്ള ഒരു പാട്ടോടുകൂടി അദ്ദേഹത്തിന്. നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണല്ലേടി പെണ്ണാളെ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കല്ലേടി പെണ്ണാളെ, നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണല്ലേടി പെണ്ണാളെ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കല്ലേടി പെണ്ണാളെ. അയ്യോ സാറേ, ചൊറിയുന്നു സാറേ, ഒന്ന് അഴിച്ചു വിടും സാറേ, പ്ലീസ് സാറേ. നീ ഏത് വിഷു വന്നാലും ഞാൻ ചട്ടിയിട്ട് പുറത്തിറങ്ങത്തോളൂ സാറേ. അയ്യോടാ, എന്നാടാ കണ്ടോടാ. താങ്ക് യു. ഇനി നമ്മുടെ രമേശ് ചേട്ടൻ്റെയും ഉണ്ണിച്ചേട്ടൻ്റെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടായ ബാലച്ചേട്ടൻ്റെ സ്വണ്ടെന്ന്. ബാലയോ? ദൈവമേ, നീ എന്താ കാണിക്കേ? അപ്പൊ ഞാൻ പൊട്ടനാ ഇത്രയൊക്കെ സെഞ്ഞിട്ടിരിക്കുന്ന ഞാൻ പൊട്ടനാ? സി സന്തോഷ്, ഞാനൊരു കാര്യം പറയട്ടെ, കള്ളത്തനം പറയരുത്, സീരിയസ്ലി. ചേട്ടാ, നമുക്ക് വിഷു വരുമ്പോഴത്തേക്ക് ഓർക്കാൻ പറ്റുന്ന വലിയൊരു സിനിമയാണ് മീശ മാധവൻ. അതിൻ്റെ അകത്തെ ആ കൊച്ചിങ്കനീഫയും ജഗതി ചേട്ടനും തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീൻ അങ്ങോട്ട് നോക്കാം. പിള്ളേർ കടച്ചത് കുറച്ച് എത്ര കടച്ചോ? വാ കാണിച്ചു തരാം. കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. കേസ് കൊടുക്കണം പിള്ളച്ച. അതിന് നാട്ടിൽ പോലീസ് നിയമമൊന്നുമില്ലേ? തിരുവനന്തപുരത്തേക്ക് വിളിച്ചു കഴിച്ചാലോ? താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു പിന്നണി ഗായകൻ ജാസിർ സാറിൻ്റെ ശബ്ദം ഒന്ന് അങ്ങനെ ഇരിക്കാം. അഴകാലില മഞ്ഞച്ചരടില് പൂത്താലി, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നി മണിക്കൊല്ലു സണിഞ്ഞ് വയൽ കിളി വരവായി, കുറുനീല പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി എൻ കനവിൻ ചെമ്മ നിന്നാണം, പൊൻകനവിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞ നമ്മുടെ വലിയൊരു നേതാവ് ഉമ്മൻചാണ്ടി സാറിനെ അങ്ങ് നോക്കാം. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഈ വിഷു ഞങ്ങളുടെ നാട്ടുകാരനാ. ഈ കോട്ടയം പെരുവയൊന്നും വലിയ ദൂരമൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ണീനെ കണ്ടിട്ടുണ്ട്, രഞ്ജിത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതല്ലേ. പടമൊക്കെ കലക്കുന്നുണ്ട്. എല്ലാവരെയും ഇങ്ങനെ കാണാൻ പറ്റിയതില് വലിയ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഉണ്ണി, എൻ്റെ ഉണ്ണി എവിടെ? ഉണ്ണി, എൻ്റെ ഉണ്ണി എവിടെ? എൻ്റെ ഉണ്ണി ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. എൻ്റെ ഉണ്ണി, എൻ്റെ ഉണ്ണി എവിടെ? ഇതെന്റെ ഉണ്ണിയാണോ? അല്ല, ഞാനാണോ? നീ നല്ലവനായ ഉണ്ണിയല്ലേ? ഉണ്ണി, എൻ്റെ ഉണ്ണി. ഇത് മുത്തശ്ശിയുടെ ഉണ്ണിയൊന്നല്ല, ഇത് വേറെ ഉണ്ണിയാണ്. ഇത് വേറെ ഉണ്ണിയാണെന്ന്. ഇത് മറ്റേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളെ കൊണ്ടുവന്നതാണ്. ഞാനിപ്പോ ക്ലിയർ ചെയ്ത് തരാം. വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരത്തിയുടെ മോൻ ഒരു ഉണ്ണിയുണ്ട്. ഈ പുള്ളിക്കാരത്തി എന്ന് വിളിക്കുന്നത് നിന്റെ അമ്മയാണോ? അല്ല, മുത്തശ്ശി. മുത്തശ്ശിയുടെ ഒരു മോനുണ്ട്, ഒരു ഉണ്ണി.
അങ്ങേര് ഒരു പൂരപ്പറമ്പിൽ വെച്ച് മിസ്സായി പോയി. അങ്ങേരെ പേര് ഉണ്ണി എന്നാണ്. അപ്പൊ ഇതുപോലെ ഏത് ഉണ്ണി വന്നാലും ഇങ്ങനെ ഉണ്ണി എന്ന് പറഞ്ഞ് എനിക്ക് ശല്യം ചെയ്യും. അതാണ് പ്രശ്നം. നിങ്ങോട്ട് വരാം. ഇതുപോലെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഉണ്ണി അന്വേഷിച്ച് പോയിട്ട് കാസർഗോഡ് നിന്നാണ് പിടിച്ചോണ്ട് വന്നത്. കാസർഗോഡ് പോയ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറില്ലേ, പുള്ളിക്കാരന്റെ അവിടെ പോയിട്ടാണ് പിടിച്ചോണ്ട് വന്നത്. പുള്ളിക്കാരന് പ്രചരണത്തിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അതുപോലെ തന്നെ ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. എറണാകുളത്ത് പോയ ദിവ്യ ഉണ്ണിയുടെ വീട്ടിൽ പോയി വെറും അലമ്പ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി. അവിടെ പോയപ്പോ നമ്മുടെ ഊർമിള ഉണ്ണി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വെറും അലമ്പ് വീണ്ടും. എന്നിട്ട് അവിടുന്ന് വശഗന്ധിയോ എന്തോ സാധനം മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അത് നിങ്ങളുടെ ഉണ്ണിയല്ല, അത് വേറെ ഉണ്ണിയാണ്. ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം സാർ. അതായത് ഇത് നല്ലവനായ ഉണ്ണി, അത് ഉണ്ണി മുകുന്ദൻ നല്ലൊരു നടനാണ്. ഇത് മുത്തശ്ശിയുടെ ഉണ്ണിയല്ല, അത് മുത്തശ്ശിയുടെ ഉണ്ണിയല്ലെന്ന്. ഇന്നാണ് ഞാൻ ഇത് നടക്കുകയല്ല കേട്ടോ. ഈ അമ്മൂമ്മയുടെ ശല്യം കാരണമാണ് ഉണ്ണിമേനോ മദ്രാസിൽ പോയി താമസിക്കുന്നത്. ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. ഒരു മിനിറ്റ് രമേശ് ചേട്ടാ, വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ പോയിട്ട് ഉണ്ണിയേശുവിനെ എടുത്തോണ്ട് വന്നിട്ട് നാട്ടുകാർ മുഴുവൻ എന്നെ എടുത്തിട്ട് പരിമാറിയാണ്. അത് നീ പൊന്നും കുറിച്ച് കണ്ടിട്ടില്ലടാ നിന്നെ പിടിച്ചത്. എനിക്ക് ഉണ്ണിയപ്പം തരുമോ? ഇനി വരില്ല. എനിക്ക് ഉണ്ണിയപ്പം തരുമോ? എനിക്ക് പരിചയമുള്ള മുത്തശ്ശി അത്. പിന്നെ ഉണ്ണിമൂന്നനൊക്കെ ഉണ്ണി കളഞ്ഞിട്ട് വെള്ളയല്ലേ തിന്നുന്നേ. പുള്ളിക്കാരത്തി വെള്ള കളഞ്ഞിട്ട് ഉണ്ണി മാത്രമേ തിന്നുള്ളൂ മുട്ടയുടെ. വിഷു ആഘോഷങ്ങൾക്ക് എന്റെ ഉണ്ണി അവിടെ ഉണ്ണി, എന്റെ ഉണ്ണി പോടാ. ഇവിടെ ഉണ്ണി ഞാൻ വരാം. മുത്തശ്ശി 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 ഞാൻ വരാത്. മുത്തശ്ശിനെ ജയഗണേശ് കാണാൻ കൊണ്ടുപോകും. ഉണ്ണിയപ്പം മേടിച്ചു തന്നെ. എനിക്ക് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം. മുഹമ്മദുണ്ണി അസോസിയേറ്റ്. അതിനകത്തൊന്നും പുള്ളി ഇല്ലല്ലോ. അതെന്റെ കുഴപ്പമല്ലല്ലോ. മോനെ നിന്റെ പേരെന്നാടാ? എന്റെ പേര് ഉണ്ണിന്നായിരുന്നു, ഇപ്പൊ പേര് മാറ്റി രാജു. കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്നൊക്കെ പറയുന്ന പോലെ ആ വെള്ള ചുരിദാറിനുള്ളിലെ ഗായികയെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത്. മഹിമ പാട്ട് പാടണം, തീർച്ചയായിട്ടും പാടണം പ്ലീസ്. മഹിമ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ കണ്ടുപിടിച്ചത് ഒരു പാട്ട്. വിഷു ഒക്കെ അല്ലേ, അപ്പോൾ ശ്രീകൃഷ്ണന്റെ ഒരു പാട്ടായിക്കോട്ടെ. ஆசை வைப்பது அன்பு தொல்லையோ, ஆயர் பாடியில் கண்ணன் இல்லையோ. ஆசை வைப்பது அன்பு தொல்லையோ, பாவம் ராதா யமுனையாற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് ഗാനമേള നയിക്കുന്ന ആള് തന്നെ അല്ലേ? ഗംഭീരായിരിക്കുന്ന മഹിമ വളരെ നന്നായിരുന്നു. സൂപ്പർ പാട്ടായി കേട്ടോ, അതിഗംഭീരം. ഹായ്, ഞാൻ ഇന്ദു, കൊല്ലംകാരിയാണേ. എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത്. അതെ, വിഷു ആണ് ഇന്നത്തെ കണ്ടന്റ്. വിഷു ഒക്കെ അല്ലേ, നമുക്ക് നല്ലൊരു വിഷു പാട്ടോടുകൂടി തുടങ്ങാം. എനിക്ക് പാടാനൊന്നും അറിയില്ല, പിന്നെ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാനൊരു 2 വരി പാടത്തില്ല. ആ നിർബന്ധിക്കുന്നവർ ഇവിടെ വന്ന് പാടേണ്ടി വരും. വിഷുവിനെ കുറിച്ച് പറയുമ്പോഴേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി, കൈനീട്ടം ഇതൊക്കെയല്ലേ. പക്ഷെ എൻ്റെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്കുണ്ടല്ലോ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? മീശമാധവനിലെ പിള്ളേശനെ കണി കാണിച്ചത്. ആരുടെയെങ്കിലും മനസ്സിലൂടെയൊക്കെ ഇപ്പോൾ ഒരു സീൻ പോയിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ ജാട കാണിക്കുന്ന ഒരു ടീമുണ്ട്. ആരാന്നറിയാവോ? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മൾ വോട്ടർമാരിടുന്നൊരു ജാടയുണ്ട്. അമ്മാതിരി ജാടയാണെന്നേ. ആരാന്നറിയോ? വേറെ ആരുമല്ല, ദേ നമ്മുടെ ഈ കണിക്കൊന്ന. വിഷുവിന് ഒരാഴ്ച മുന്നേ വരെ
ഒരില പോലും കാണാതെ പൂത്ത് തളിർത്തങ്ങനെ നിൽക്കും. തലേ ദിവസം ഒന്ന് ചെന്ന് നോക്ക്, മൊത്തം താഴെ കാണും. എല്ലാ സിനിമയിലെ നായികയ്ക്ക് എൻട്രി കൊടുക്കാൻ നേരം കുറെ മോളിൽ നിന്ന് വീഴുന്നു, മഞ്ഞപ്പൂ താഴെ കിടക്കുന്നു. അതൊക്കെ നായികയ്ക്കാന്ന് പറയാം. ഈ കൊന്നയ്ക്ക് ഇത് എന്തിന്റെ അഹങ്കാരമെന്ന് അറിഞ്ഞില്ല, ഇതെല്ലാം കൂടെ പൊഴിഞ്ഞ് താഴെ കിടക്കുന്നത്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇത് കണ്ടപ്പം ഒടുക്കലത്തെ ദേഷ്യം വന്നു. ഞാൻ എന്തേതെന്നറിയാവോ, എന്താ ഇതേലെ ഒരു 10-15 എണ്ണം അങ്ങ് വാങ്ങിച്ചു ആ കൊന്നമരത്തെ മൊത്തം കെട്ടി അങ്ങ് തൂക്കി. ഓ, അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു മനസ്സമാധാനം. ഞാൻ അങ്ങനെ മനസ്സമാധാനത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു പയ്യൻ, അന്നൊക്കെ നമ്മൾ ഈ കൊന്നപ്പൂ പറിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ 20 രൂപ 10 രൂപയൊക്കെ കിട്ടും. അപ്പോൾ ഇവൻ വന്നിട്ട് എന്നോട് പറയുകയാണേ, ചേച്ചി അതിൽ നിന്ന് ഒരു കൊപ്പ് എനിക്ക് തരുമോ, ഞാൻ കൊണ്ടുപോയി 20 രൂപയ്ക്ക് കൊടുക്കാനാന്ന്. ഞാൻ 50 രൂപ കൊടുത്ത് വാങ്ങിച്ച ഈ സാധനം അവന് ഞാൻ 20 രൂപയ്ക്ക് കൊടുക്കാനെന്ന്. ഞാൻ പിന്നെ പണ്ടേ പാവമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞ്, എടാ പൊന്നുമോനെ, നീ വല്ലവൻ്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്താൻ നിൽക്കല്ലേ എന്ന്. അവൻ ശക്തിമാൻ പോകുന്നതിനേക്കാളും വേഗത്തിൽ അപ്രത്യക്ഷനായി. പക്ഷേ ഈ കണിക്കൊന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഓണത്തിനുണ്ടല്ലോ എൻ്റെ വീട്ടിലെ പിച്ചി ജമന്തി മുല്ല എന്തിനേറെ പറയുന്നു, ചേന വരെ പൂത്ത്. കാര്യം എന്താ, ഇല്ലെങ്കിൽ ഇവർക്കറിയാം ഓണത്തിന് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അത്തപ്പൂക്കളം വാങ്ങി വെക്കുമെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, പണ്ടത്തെ വിഷുവായിരുന്നു നല്ലത്. കാര്യം അന്നൊക്കെ ആദ്യം കണി കാണുന്നത് ഞാനാണ്. നിങ്ങളിപ്പോൾ ഇതേപോലെ ഓട്ടുരുളിയിൽ എന്തൊക്കെയുണ്ട്, വെള്ളരി, ആപ്പിള്, ഓറഞ്ച്, കൃഷ്ണൻ എല്ലാം ആയിട്ട് കണി കാണുമല്ലോ. പക്ഷെ എൻ്റെ കണി ഉണ്ടല്ലോ ഇൻസ്റ്റൻറ്റ് കണിയാണ്. കണ്ണ് തുറന്ന് നേരെ നോക്കിയാൽ കാണാം. വേറെ ഒന്നുമില്ല, ഞാൻ ഉറങ്ങാൻ പോകുമ്പം ഒരു കയറ് വലിച്ച് നേരെ കെട്ടും. അതിൽ ഇതേ കണക്ക് ഒരു കൊമ്പ് കണിക്കൊന്ന, ഇപ്പുറത്തൊരു കൃഷ്ണനെ തൂക്കിയിടും, ഇപ്പുറത്തൊരു മത്തങ്ങയും കാണും. കണ്ണ് തുറന്നാൽ ആദ്യം അത് കാണാം. പക്ഷെ ഒരു വർഷം ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ മറ്റേ മത്തം കാണുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞ് ഇപ്പുറം നോക്കിയപ്പം, എടാ എൻ്റെ അനിയത്തിയുടെ തലയും കാണുന്നില്ല. ഇത് വന്ന് വീണത് ഇവളുടെ മുഖത്തായിരുന്നേ, അതുകൊണ്ട് മാസ്ക് പോലിരുന്നു, മനസ്സിലായില്ല. അതാണ്. ഇനിയിപ്പം വിഷുക്കണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കൈനീട്ടമാണല്ലോ. നിങ്ങൾക്കൊക്കെ കൈനീട്ടമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ അന്നും കട്ടെടുക്കുമായിരുന്നേ. വേറെ ഒന്നിനുമല്ല. നിങ്ങൾ ആരെങ്കിലും ബോട്ട് ഓടിച്ചിട്ടുണ്ടോ? ബോട്ട് ഇല്ല, ഞാൻ ഓടിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച 1 മണിക്കൂർ ബക്കറ്റിനകത്ത് കിടന്ന് കറങ്ങും. വെറും 20 രൂപ. പക്ഷേ ഈ 20 രൂപ എൻ്റെ അമ്മയോട് ചോദിച്ചാൽ ഉണ്ടല്ലോ, ഏതാണ്ട് ടൈറ്റാനിക് വാങ്ങിത്തരാൻ പറഞ്ഞ എക്സ്പ്രഷൻ അമ്മയിടും. അതുകൊണ്ട് കട്ടെടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പം വിഷുവിൻ്റെ കണിയും കൈനീട്ടവും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിഷു സദ്യ ഉണ്ണാം. ഏകദേശം 8 കൂട്ടം തൊടുകറികളും പായസവും എല്ലാം കൂട്ടി ഉണ്ണും. ഞാനല്ല, നിങ്ങൾ. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നറിയാമോ സദ്യ? നീട്ടി ഒരു ഇല അങ്ങോട്ടിടും. അമ്മ മറ്റേ കലത്തോടെ എടുത്തോണ്ട് വന്ന് ഒറ്റ കമത്ത. എന്താ? വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് കാർത്തിക പുഴുക്ക്. അത് എൻ്റെ വീട്ടിൽ മാത്രമുള്ള അപൂർവ സദ്യയാണ് കേട്ടോ. ഇനിയിപ്പം പായസത്തെക്കുറിച്ച് പറഞ്ഞാൽ ഓണത്തിനെങ്ങാനും വെച്ചാലായി. പക്ഷേ ഉണ്ടല്ലോ, ഈ പായസം മിക്സ് ഇറങ്ങിയൊരു സമയമുണ്ട്. അങ്ങനൊരു സമയത്ത്, ഈ വിഷുവിൻ്റെ സമയത്ത് എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം പായസം ഉണ്ടാക്കണമെന്ന്. അന്നാണെങ്കിൽ ഈ പായസം ഉണ്ടാക്കുന്ന വിധമൊന്നും ഇതിലില്ല. എങ്കിലും അമ്മൂമ്മ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന്, വീട്ടിൽ പശുവുണ്ട്, പാലുള്ളതിൻ്റെ അഹങ്കാരം, ഒരു ചരുവ നിറയെ പാലിനകത്ത് ഈ ഒരു പാക്കറ്റ് ഇട്ട് കലക്കി. ശരിയാവുന്നില്ല. അപ്പം അമ്മൂമ്മയ്ക്ക് ഒരു ഐഡിയ, കുറച്ച് മാവ് പൊടിയിട്ട് കഴിഞ്ഞാൽ കുറുകുമല്ലോ. കുറച്ച് മാവിട്ടു, ശരിയായില്ല. വീണ്ടും മാവിട്ടു, ശരിയായില്ല. വീണ്ടും മാവിട്ടു, അതാ വിജയിച്ചിരിക്കുന്നു. അടിപൊളി മധുരമുള്ള കാടി ആ വർഷം വിഷുവിന് എൻ്റെ വീട്ടിലെ പശു കുടിച്ചു. അതിൻ്റെ നന്ദി ആ ഒരു വർഷം മുഴുവൻ പശു അവിടെ കാണിക്കുകയും ചെയ്തു. പിന്നെ ഈ ഊണൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് എൻ്റെ പാപ്പനെയാണ്. പാപ്പൻ എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛൻ, അച്ഛൻ്റെ അനിയൻ സരസൻ. സരസൻ എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ രസികനായതുകൊണ്ടല്ല, പുള്ളിയുടെ പേരാണ് സരസൻ. അല്ലെങ്കിലും ഇപ്പൊ പേരും സ്വഭാവം തമ്മിൽ ബന്ധം വേണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. സുന്ദരനായതുകൊണ്ടല്ലോ നമ്മൾ ഒരാൾക്ക് സുന്ദരൻ എന്ന് പേരിടുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു വിഷുവിന് ഗുരുവായൂർ പോയി തൊഴണമെന്ന്. നിങ്ങളിൽ പലരും പോയിട്ടുണ്ടായിരിക്കുമല്ലോ, എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു വിഷുവിന് ഞാനും പോയി ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ. അത് നിർമ്മാല്യം തൊഴണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പം നമ്മൾ ക്യൂവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ക്യൂവിൽ പോകാമല്ലോ. ഞാൻ നേരെ പടിഞ്ഞാറേ നടയിൽ ചെന്നു. ഭയങ്കര ക്യൂ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കിഴക്കേ നടയിലോട്ട് പോകാമെന്ന്. അവിടെ ചെന്നിട്ടും എനിക്ക് പറ്റുന്നില്ല, അത്രയും സമയം നിൽക്കാൻ വയ്യ. പിന്നെ നേരെ ഞാൻ വടക്കേ നടയിലോട്ട് പോയി. ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ ഒടുക്കം തെക്കേ നട മാത്രമല്ലേ ഉള്ളൂ ബാലൻസ്, അതും കൂടി അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് രക്ഷയില്ല. ഏകദേശം ഒരു 4 റൗണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റി നടന്ന് അവസാനം മാരത്തോൺ ഓടിത്തോറ്റ പോരാളിയെ പോലെ ഞാൻ അങ്ങനെ കുഴഞ്ഞിരിക്കാൻ ഭാവിച്ചപ്പം അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നു, കൊല്ലത്ത് നിന്നും വന്നിട്ടുള്ള ഇന്ദു എത്രയും വേഗം വണ്ടിയുടെ അടുത്തേക്ക് വരേണ്ടതാണ്, ബാക്കിയുള്ളവരെല്ലാം തൊഴുതിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നു. ഞാൻ മാത്രമേ കാണാതിരുന്നുള്ളൂ, ഞാനേ കാണാതിരുന്നുള്ളൂ ഉണ്ണിയേട്ടാ.
ഏറ്റവും കൂടുതൽ പൈസ പൊട്ടിച്ച് ഞങ്ങൾ ആഘോഷിച്ച വിഷു അത് കഴിഞ്ഞ വർഷമായിരുന്നു. അതും എൻ്റെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അമ്മുമ്മ 5000 രൂപയ്ക്ക് പടക്കം വാങ്ങിച്ച് പൊട്ടിച്ചു. വിഷുവിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല, തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന തമിഴ്നാട്ടുകാരോടുള്ള ശത്രുത കൊണ്ടാണ്. അവർ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമല്ലോ, അത് കാണുമ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് തീരെ സഹിക്കത്തില്ലെന്നേ. പുള്ളിക്കാരത്തി ഞങ്ങളെല്ലാം പെരയ്ക്കകത്ത് പിടിച്ചിട്ട് അങ്ങ് കഥ അടയ്ക്കും. അങ്ങനെ ഈ പകരം വീട്ടാൻ കിട്ടിയ അവസരമാണല്ലോ വിഷുവിന്. അങ്ങനെ വിഷു വന്നു, അമ്മുമ്മ പടക്കം മേടിച്ചു. പക്ഷേ മറ്റവരെ കാണിക്കണമല്ലോ. അങ്ങനെ ഏകദേശം അവരുടെ വീട്ടിൻ്റെ വാതൊക്കെ കൊണ്ടുവച്ച് ഒരു പടക്കം പൊട്ടിച്ചു. പിന്നെ കൊരവപ്പും മത്തപ്പും ഇതൊക്കെ കണ്ടപ്പം ആ പാട്ടിയുടെ കൊച്ചുമോനുണ്ട് കേട്ടോ, അവന് ഭയങ്കര സന്തോഷം. അവൻ നല്ല ബഹളം വെക്കാൻ തുടങ്ങി. അവിടെ നിന്ന് കൈ കൊട്ടുന്നു, ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് പാട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കത്താതെ കത്താതെ. ഇത് കേട്ടിട്ട് എൻ്റെ അമ്മുമ്മ, ഓഹോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച പടക്കം പൊട്ടരുതെന്ന് നീ നിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് എന്നും പറഞ്ഞ് അകത്തിരുന്ന പടക്കം എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് കൂട്ടിയിട്ടങ്ങ് കത്തിച്ചു. അടിപൊളി. തൃശ്ശൂർ പൂരത്തിന് മറ്റേ വെടിക്കെട്ട് നിന്ന് കത്തുന്ന പോലെ അരമണിക്കൂർ നിന്നങ്ങ് പൊട്ടി. അവിടുത്തെ എരുത്തില് കോഴിക്കോട് ലൈൻ കമ്പി പോസ്റ്റ് വിത്ത് ട്രാൻസ്ഫോമർ. മറ്റേ ഫയർഫോഴ്സുകാർ വന്ന് തീ അണച്ചു വന്നു. ഒരു 3.25 മണിക്കൂർ എടുത്ത്, അത്രേ ഉള്ളൂ. പിന്നെ KSEBക്കാർ വന്ന് ഫൈൻ അടിച്ചു വന്നു. ഒരു 1,60,000 രൂപ. അങ്ങനെ അടിപൊളി വിഷുവായിരുന്നു കഴിഞ്ഞ കൊല്ലം. പിന്നെ ഇത്തവണത്തെ വിഷു ഞാനിങ്ങോട്ട് പോരാൻ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അമ്മൂമ്മേനെ തിരക്കി പാർട്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന്. അപ്പോൾ ഇവർ പറഞ്ഞേ, അമ്മച്ചി വിഷു പ്രമാണിച്ച് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ്റെ 4 ഗഡു ഇന്ന് തന്നെ ഉണ്ട്, വരണമെന്ന്. അപ്പം ഞാൻ ഇങ്ങോട്ടും പോരുന്നു, മുത്തശ്ശി അങ്ങോട്ടും പോയി. അപ്പോൾ ഉണ്ട് ഞാൻ ഇവിടെ നിങ്ങൾ ഫ്ലോറിൽ കയറുന്നതിന് മുമ്പ് ഒരു ഫോൺ കോള്. ഹലോ, എന്താ മോളെ, ഞാൻ ഇത്തവണ വോട്ട് ചെയ്യാൻ പോത്തില്ലടി. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയ അമ്മൂമ്മേ? എടി അവന്മാർ പറ്റിച്ചടി, 4 മാസത്തെ പെൻഷൻ്റെ കൂടെ 4 ലഡുവും കൂടി തരാമെന്ന് പറഞ്ഞു, അത് തന്നില്ലെന്ന്. അപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, ആരെങ്കിലും ഒരു വോട്ടിന് തോറ്റാൽ അതെൻ്റെ അമ്മുമ്മയാണ് ചെയ്യാത്തത്, വെറും ഒരു ലഡുവിൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്തതായിട്ട് ഈ വർഷത്തെ വിഷു കൈനീട്ടം തരാൻ വേണ്ടി രമേശ് ചേട്ടൻ ഇങ്ങോട്ട് വരുന്നതും കാത്ത് ഞാനിവിടെ നിൽക്കുന്നു. രമേശ്, നമ്മുടെ പ്രിയ സുഹൃത്ത് ശരത്ത് ഒരു ഗംഭീര മാജിക്. പിന്നല്ല, ഒരു മെഗാ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാജിക് എന്ന് പറയാൻ പറ്റിയ മെന്റലിസാണ്. ഇരിക്കുന്ന ഗസ്റ്റിന്റെ ഒക്കെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചെടുത്താൽ കൊള്ളാന്നുണ്ട്. മഹിമ നമ്പേര് പാടി. റെഡി. അപ്പോൾ ഒരു ചെറിയ ഒരു 3-4 മാജിക് പ്ലസ് മെന്റലിസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ മാലയുടെ നെക്ലേസ് ഇടുന്ന ഒരു ചെറിയ ബോർഡുണ്ട്. എല്ലാവരും കണ്ടല്ലോ ഈ ബോർഡ്? കണ്ടല്ലോ. ഇതിൽ മാലയൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇതിൽ മാലയൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. ഈ കവറിലൊരു മാലയുണ്ട്. ക്ലിയർ ആയോ? ഇനി എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. അപ്പോൾ മാല ഞാൻ എടുത്തു. ഇതൊരു മുത്തുമാലയാണ്. ഓക്കെ, മുത്തുമാല ഞാൻ ഇട്ടു. ഇതിനകത്തിട്ടു. എല്ലാവരും കണ്ടല്ലോ മുത്തുമാല? ഇതിനകത്ത് ക്ലിയർ ആണല്ലോ അല്ലേ? അത് മുത്തുമാല ഞാൻ എടുത്തു. വീണ്ടും എടുത്തിട്ട് ഈ മുത്തുമാല എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതിനകത്തില്ല. ഓക്കെ, ഇതിനകത്തില്ല. അപ്പോൾ ഞാൻ മുത്തുമാല വീണ്ടും ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. നമ്മുടെ കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എല്ലാവരും കണ്ടല്ലോ, കവറിൻ്റെ ഉള്ളിൽ കിടക്കണ്ടല്ലോ. മുത്തുമാല ഇല്ല, എല്ലാവർക്കും ചെക്ക് ചെയ്യാം. ഓക്കെ, ഉറപ്പല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഈ മുത്തുമാല ഇല്ലാത്ത സാധനം തിരിച്ചു വെച്ചിട്ട് ഈ മാല എടുക്കുകയാണ്. ഈ മാല എൻ്റെ കൈ കൊണ്ട് എടുക്കുകയാണ്. നോക്കിക്കോട്ടോ, എല്ലാവരും കണ്ടല്ലോ അല്ലേ? മുത്തുമാലയുണ്ട്. ഈ മാല ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഈ മാല എൻ്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. എൻ്റെ കയ്യിലാണ് ഇപ്പം മാല ഇരിക്കണേ. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ കവറിൻ്റെ ഉള്ളിലില്ല. മാല എൻ്റെ കയ്യിലുണ്ട്. കണ്ടല്ലോ, കവറിൻ്റെ ഉള്ളിലില്ല. കവർ ഞാൻ മാറ്റുകയാണ്. കവറ് പിടിച്ചോളൂ. ഓക്കെ, കയ്യിലുണ്ട് മുത്തുമാല. ഈ കയ്യിലേക്ക് മാറ്റുകയാണ്. ഈ കയ്യിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ മുത്തുമാല ഇതിനകത്തേക്ക് ഓൾറെഡി വരുത്തുകയാണ്. ഓക്കെ, ഇട്ടോട്ടെ? എല്ലാവരും സപ്പോർട്ടല്ലേ? ഇട്ടോട്ടെ? ഈ മാല ഞാൻ ഇടുകയാണ്. നോക്കൂ, മുത്തുമാല ഇതിനകത്ത്. ഇനി അടുത്ത ശരിക്കും നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ആ മേക്കപ്പിന് മുമ്പ് വന്നാൽ ഡയാനയ്ക്ക് ഇങ്ങനെ 4 മാല ഇട്ട് കൊടുത്താൽ ഷൂട്ട് നേരത്തെ നടന്നു പോയാൽ ഞങ്ങൾ അതിനുവേണ്ടി എത്ര നേരമാണ് എല്ലാ ദിവസവും വേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? തീർച്ചയായിട്ടും. ഇനി അടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ബോർഡാണ്. ഇത് സാധാരണ ഒരു ബോർഡ്. ഈ ബോർഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മുടെ ചീഫ് ഗസ്റ്റ്, അതായത് ഉണ്ണിച്ചേട്ടൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് തെളിഞ്ഞു വരും. ഓക്കെ, അത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും കാണാലോ? 10 മിനിറ്റോ? അല്ല, 10 സെക്കൻഡ്. 10 സെക്കൻഡ് മതി. വെറും 10 സെക്കൻഡ്. ജസ്റ്റ് എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആർക്കും ചെക്ക് ചെയ്യാം. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ബാക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്തില്ല.
ഓക്കെ കണ്ടല്ലോ? ബോർഡിലേക്കല്ലേ നോക്കണ്ടേ? ആ ബോർഡിലേക്ക്. ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ ഓൾറെഡി ഈ ബോർഡിന്റെ ഉള്ളിൽ വരും. എല്ലാരും കണ്ടല്ലോ? ബോർഡിലില്ലല്ലോ അല്ലേ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പ്. ഉറപ്പല്ലേ? ഉറപ്പ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയ കുടമാണ്. ഈ കുടത്തിൽ ഒരു സ്വല്പം വെള്ളമുണ്ട്. ഇനി നമ്മുടെ ചേച്ചീനെ കൊണ്ട് നമുക്കൊരു വെള്ളം ഒഴിപ്പിക്കാം. ഓക്കെ ചേച്ചി, ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു ചേച്ചി. അങ്ങനെ ചെറിയ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യും. വിഷു അല്ലേ ചേച്ചി? എങ്ങോട്ട് ഒഴിക്കണ്ടേ? ചേച്ചി ഇഷ്ടമുള്ളത്തേക്ക് ഒഴിക്കുക. ഇതിനകത്തുള്ള വെള്ളം ഞാൻ കമത്തി കളയാണേ. ചേച്ചിനെ കൊണ്ട് ഒഴിപ്പിക്കണേ. ആ ആ ഉവ്വ്. ആ ഇനി ഞാൻ ചേച്ചീനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കാണ് ഈ കുടത്തിലേക്ക്. ഒരു കുപ്പിയില്ലേ തുറന്നോ ചേച്ചി, തുറന്നോ. വെള്ളം ഒഴിച്ചോ, ഒഴിച്ചോളൂ. വെള്ളം ഉണ്ടോ? ഇല്ല. എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്ക്. ചേച്ചി ഒഴിച്ചു കേട്ടോ, വെള്ളം ഒഴിച്ചു. ഒരു സാങ്കല്പികമാണ്. ആ ചേച്ചി മനസ്സുകൊണ്ട് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം നമ്മൾ എന്തായാലും ഈ കുടം കമത്തി കാണിച്ചാണല്ലോ അല്ലേ? ഒന്നുകൂടെ കാണിക്കാണ്. ഓക്കെ, ഇനി ഒഴിക്കണോ? ഒന്നുകൂടെ ഒഴിച്ചോ. ഒഴിച്ചോളൂ. ഒഴിക്കുക ചേച്ചി. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ? വെള്ളം ഇപ്പൊ വീണ്ടും ഒഴിച്ചു. ഇനി കുടത്തിൽ വെള്ളം ഉണ്ടോന്ന് നോക്കാം. കുട കമത്തി. ഓക്കെ, ഇനിയും വേണമെങ്കിൽ ഇനിയും ഒഴിച്ചാൽ ഇനിയും വരും കേട്ടോ. എന്തോരം വേണമെങ്കിലും വരും. അതൊരു അക്ഷയപാത്ര കുടമാണ്. ഗംഭീരമായി. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നമ്മൾ പറയുന്ന സാധനങ്ങളൊന്ന് എഴുതി കാണിക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലൊരു ബോർഡാണ്. ഈ ബോർഡിൽ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒരു 6 കോളം ഉണ്ട്. ഓക്കെ, ഈ 6 കോളം ഉണ്ട്. ഈ 6 കോളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 6 കോളത്തിൽ നമ്മൾ എഴുതാൻ പോവാണ് ഓരോ കാര്യങ്ങൾ. എഴുതണത് ഒരു പ്രത്യേകതയുണ്ട്. ഈ എഴുതണ കാര്യങ്ങൾ, പറയണ സാധനങ്ങൾ നമ്മൾ എഴുതി കാണിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ആദ്യം, അതായത് നമ്മുടെ ഗസ്റ്റായിട്ട് ഉണ്ണിച്ചേട്ടൻ മനസ്സിൽ ഒരു പൂ വിചാരിക്കണം. ഒരു പൂവ്? ഒരു പൂവിൻ്റെ പേര്. ഓക്കെ ഓക്കെ ഓക്കെ, വിചാരിച്ചല്ലോ. എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കാമോ? ഞാനത് എഴുതാൻ പോവാണേ. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോളൂ ആ പൂവ് ഏതാണ്. ഞാൻ വിചാരിച്ച പൂവിന്റെ പേര് അല്ലേ? റോസാപ്പൂ. റോസ്. റോസ്. ഓക്കെ, ഇനി ഓക്കെ, മഹിമ ചേച്ചി ഒരു നടന്റെ പേര്. കാരണം ആ ഡയാനയ്ക്ക് ഒരു ചേച്ചി കിട്ടിയപ്പോ മഹിമ ഇവിടുന്ന് ഇതാണ് ഒരു നിമിഷം വൈകുന്നില്ലെന്നുള്ളതാ. കലക്ക് ചേട്ടാ, ഒരു നടന്റെ പേര്, ഇഷ്ടമുള്ള ഒരു നടന്റെ പേര് ആലോചിച്ചോ? ഞാൻ എഴുതിക്കോട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അടച്ചു വെച്ചോ. ഞാൻ എഴുതി. ആ പേരൊന്ന് പറയോ? ഉണ്ണി മുകുന്ദൻ. ശരി, ഉണ്ണിച്ചേട്ടൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ പേര് ഉണ്ണി മുകുന്ദൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എൻ്റെ കയ്യിലൊരു ചീട്ടുണ്ട്. ആ ചീട്ടിൽ നിന്ന് ഒരു ചീട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഇതൊരു കുത്തി ചീട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ ആ ചീട്ട് എടുക്കാം. ഷഫിൾ ചെയ്യാൻ പറ്റും. ടഫ് ആയിക്കോളൂ. രഞ്ജിത്ത് സാറിന് കുറച്ച് മെന്റലിസം അറിയാമെന്ന്. ഒരു മെന്റലിസം കണ്ടിട്ടാണ് ജയസൂര്യനെ വെച്ച് ആ പടം പിടിച്ചത്. ഇത് അദ്ദേഹം ഷഫിൾ ചെയ്താണ്. ഇനി പറയുന്നിടത്തുനിന്ന് ഒരു ചീട്ട് എടുക്കാം. ഞാൻ ഷഫിൾ ചെയ്യും, സ്റ്റോപ്പ് പറയണേ. സാറിന് സ്റ്റോപ്പ് പറയാം, അവിടെ നിന്ന് ഒരു ചീട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് പറയണോടത്ത് നിന്ന് എടുക്കാം. സ്റ്റോപ്പ്. അപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഈ ചീട്ട് എടുക്കുക. ഓക്കെ, എടുത്തോളൂ. ഓക്കെ, വേണമെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ശരി, ഞാനൊന്ന് എഴുതുവാണേ. എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചീട്ട് ഏതാണെന്ന് പറയൂ. ഓക്കെ, ഇനി ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഒന്നാണോ എന്ന് നോക്കണം. അതാണ് മെന്റലിസം. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചത് ഒന്നാണോ നോക്കാം. ഓക്കെ, റോസ്.
ഉണ്ണിമൂന്തൻ. ഓക്കെ, ഇനി എടുത്ത ചീട്ട് ഡയമണ്ട് ട്രീ അല്ല ആര്യൻ ട്രീ തന്നെയായിരുന്നു. ഓക്കെ, ആ ആര്യൻ ട്രീ തന്നെയാണ് ഞാൻ എഴുതി വെച്ചേക്കണേ. അടിപൊളി. അതെങ്ങനെ ചേട്ടാ? അത് മെന്റലിസം എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യം. അല്ല, ഞങ്ങൾ മെന്റലിസ്റ്റുകൾ അത് അധികം പുറത്ത് പറയാറില്ല രഹസ്യങ്ങൾ. മഹിമയ്ക്ക് അത് പഠിക്കേണ്ടി വരും. ഇത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് എനിക്കൊക്കെ അത് കിട്ടിയത്. അത് അങ്ങനെ മൈക്രോ എക്സ്പ്രഷൻസ് എനിക്കൊന്ന് പഠിപ്പിച്ചു. മഹിമയുടെ ഇമ അനങ്ങിയാൽ അത് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതാ. നമസ്കാരം, ഞാൻ ലിയ. വിഷു മലയാളിയുടെ സ്വന്തം കാർഷികാഘോഷം. ഈ ചിപ്പിച്ചേച്ചി ഇല്ലാതെ പൊങ്കാല ഇല്ല എന്ന് പറയുന്ന പോലെയാണ് വിഷു ഇല്ലാതെ വിഷുവാഘോഷം ഇല്ല. ഈ മേടമാസ പുലരിയിൽ മലയാളിയുടെ ഒരു വിഷുക്കണി എന്ന് വെച്ചാൽ ഒരു ഓട്ടുരുളി നിറച്ച് ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ചക്ക, മാങ്ങ, തേങ്ങ, കണിവെള്ളരി, കണിക്കൊന്ന, തൊട്ടടുത്തൊരു നിലവിളക്കും അതിൻ്റെ ഒത്ത നടുക്കൊരു ഉണ്ണി മുകുന്ദനും. അയ്യോ, ഈ ഉണ്ണിമുകുന്ദൻ ഉദ്ദേശിച്ചത് ഇതല്ല കേട്ടോ. ഈ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, കണ്ണൻ എന്നൊക്കെയാണുള്ള അർത്ഥം. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വിഷുവും ഓണവും ഒക്കെ മലയാളിയുടെ ആണെങ്കിലും ഇത് അറിഞ്ഞൊന്ന് ആഘോഷിക്കണമെങ്കിൽ തമിഴ്നാട്ടുകാർ കനിയണം. പച്ചക്കറി വേണമെങ്കിൽ പൊള്ളാച്ചിയിൽ മാരിമുത്തു വിത്തിടണം. പൂക്കളം ഇടണമെങ്കിൽ തോവാളയിൽ ജയന്തി ജമന്തി നടണം. ഇനിയൊന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെങ്കിൽ ശിവകാശിയിൽ ശെൽവരാജ് ഇരുന്ന് പണിയെടുക്കണം. നമ്മൾ ചോദിച്ചാൽ പറയും ഞങ്ങൾ കൺസ്യൂമർ സ്റ്റേറ്റാന്ന്. ഒന്നുമല്ല, മടിയാ. മലയാളിക്ക് മടിയില്ലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് കുടിയാ. ഈ ഒരു അവസ്ഥ വെച്ച് നല്ല അടിപൊളി കൃഷിസ്ഥലമൊക്കെ കാണണമെങ്കിൽ സത്യനന്ദിക്കാടിന്റെ സിനിമ എടുത്ത് നോക്കേണ്ട അവസ്ഥയാ. ചീരയ്ക്ക് തടവെടുക്കുന്നു, പടവലങ്ങയ്ക്ക് വള്ളി കെട്ടുന്നു, കോവയ്ക്ക പറിക്കുന്നു. പക്ഷേ അതിന്റെ ലൊക്കേഷനും അങ്ങ് പൊള്ളാച്ചിയില. ഇതിനൊരു കാരണമുണ്ട്. തമിഴ്നാട്ടുകാർ മൊക്കിന് ചെടി നടും, നമ്മൾ മൊക്കിന് കൊടി നടും. ഈ ഒത്തൊരുമ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും ഇല്ല കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിഷുവിന് തെക്കോട്ട് വെജ് ആണെങ്കിൽ വടക്കോട്ട് നോൺ വെജാ. ഓണത്തിന് തെക്കോട്ട് നോൺ വെജ് ആണെങ്കിൽ വടക്കോട്ട് വെജ്. വെറുതെ അല്ല നിങ്ങൾ തെക്ക് വടക്ക് നടക്കണമല്ലേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയാളി പൊളിയാട്ടോ. കാരണം പ്രശ്നം എന്താണെന്നറിയാൻ പ്രശ്നം വെച്ച് നോക്കുന്ന പ്രശ്നക്കാർ വരെ നമുക്കുണ്ട്. ഈ മലയാളികളുടെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞ മലയാളികൾക്കാണ് പ്രശ്നം. മലയാളികൾ ഭയങ്കര സഹായ മനസ്കതയുള്ളവരാ. കാലത്ത് മുതൽ വൈകിട്ട് പട്ടിയെപ്പോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കും. എന്നിട്ട് ഡെയിലി അടിക്കുന്ന മദ്യവും അടിക്കാത്ത ലോട്ടറിയും എടുത്ത് സർക്കാരിനെ സഹായിക്കും. അതുപോലെ തന്നെ മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ കേരള ഫ്രൈഡ് ചിക്കൻ KFC എന്നും പറഞ്ഞിട്ടൊരു ഷോപ്പ് തുറന്നു. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഐഡിയ തോന്നി, KFCയുടെ ഫ്രണ്ടിൽ ഒരു നാടൻ എടുത്തിട്ടാലോ എന്ന്. നാടൻ KFC എന്ന് എഴുതി വെച്ചതും തൊട്ടടുത്ത ബിവറേജിലേക്കാളോ ആളായി ഈ കടയിൽ. ഈ ഒരു ഐഡിയ ഞാനും പ്രയോഗിച്ചു. എൻ്റെ ടൗണിലുള്ള ഒരു ഹോട്ടലുണ്ട്, ബെസ്റ്റ് ഫുഡ്സ് എന്നാണ് പേര്. ഞാൻ അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി വീട്ടിലെ ഊണ്. ഇപ്പം നല്ല തിരക്കുണ്ട്, നല്ല ആളുമുണ്ട്. ഈ മലയാളികൾ ഇതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, സ്നേഹം പ്രകടിപ്പിക്കില്ല. ഒട്ടുമിക്ക മലയാളി ഭർത്താക്കന്മാരും ചാക്കോ മാഷിനെ പോലെയാ. കണക്ക് പഠിപ്പിക്കൂന്നല്ല, അവരുള്ളിലാണ് സ്നേഹം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭർത്താവ് ഫ്രണ്ടിൽ നടക്കും, ഭാര്യ ബാക്കിൽ നടക്കും, മക്കൾ നടുക്ക് നടക്കും. ഈ ഫ്രണ്ടിൽ നടക്കുന്ന ഭർത്താവിന്റെ മൊട്ടും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പുറകിൽ വരുന്ന സ്ത്രീയുമായിട്ട് തനിക്ക് യാതൊരു ബന്ധമില്ലാന്ന് തോന്നും. പക്ഷെ മക്കളുടെ എണ്ണം കണ്ടാൽ അറിയാം അവർ തമ്മിൽ നല്ല ബയോളജി, നല്ല കെമിസ്ട്രി ഉണ്ടെന്ന്. എൻ്റെ ഭർത്താവും ഇങ്ങനെയാ. പുറത്തു പോയി കഴിഞ്ഞാൽ നാലാളുടെ മുന്നിൽ വെച്ച് അടുത്തിരിക്കില്ല, തോളത്ത് കൈയിടില്ല, കെട്ടിപ്പിടിക്കില്ല. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിൽ സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി, അപ്പോഴും ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ജീവിതം KSRTC ബസ് പോലെയാ. ഏത് റൂട്ടിൽ കൂടെ ഓടിയാലും നഷ്ടം മാത്രമേ ഉള്ളൂ. ഈ KSRTCയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, ഇവർ ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഈ KSRTC കയറുന്ന അതേ സ്വഭാവം മലയാളികൾക്ക്. ഭയങ്കര തിക്കും തിരക്കുക. ഇവരുടെ തിക്കും തിരക്കും കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഓടിച്ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള വിൻഡോ സീറ്റിൽ ചെന്നിരിക്കാന്ന്. വെറുതെ വെറും ഷോ. ഈ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടാ, ഒരൊറ്റ ദുബായ് യാത്രയിലൂടെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്, സുധാകരൻ ചേട്ടൻ. പുള്ളി ദുബായ്ക്ക് ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതും പെട്ടെന്ന് ഒരു ഞെരുക്കവും ഒരു ഭയങ്കര ശബ്ദവും. അപ്പൊ തന്നെ പുള്ളി നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, എന്റെ ചിനക്കുത്തൂർ ഭഗവതി, ഞാൻ അടുത്ത വിഷു ഉത്സവം ഞാൻ തന്നെ നടത്തിക്കോളാന്ന്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഫ്ലൈറ്റിന്റെ ടയർ വന്നടിച്ചതിന്റെ സൗണ്ടാണ്. പിന്നെന്ത് പറയാനാ, 1.5 വർഷം ഗൾഫിൽ കടന്ന് പട്ടിപ്പണി എടുത്ത് 2 ആനയും 12 ശിങ്കാരിമേളവും ഉൾപ്പെടെയുള്ള ഉത്സവം ഗംഭീരമാക്കി ഒരു ഗൾഫിൽ പോക്കിന് 12 ലക്ഷം രൂപ ചെലവ് വന്നു. ഇതുപോലെ തന്നെയാണ് മലയാളികൾക്ക് വേറൊരു കുഴപ്പമുണ്ട്.
എടാ വിഷുവൊക്കെ എന്താ ഓണമൊക്കെ ആയില്ലേ വിഷുവൊക്കെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ പറയും എന്ത് വിഷു എന്ത് ഓണം ഇങ്ങനെ പോകുന്നു എന്നൊക്കെ. എന്നാൽ അവൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് പോയി നോക്കിയാൽ കാണാം 4 വക പായസം കൂട്ടി ഊണ്, 40,000 രൂപയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്ന ഭാര്യ, രാത്രി പൊട്ടിക്കാൻ 25,000 രൂപയുടെ പടക്കം. എന്നിട്ട് പറയാ എന്ത് വിഷു എന്നൊക്കെ. അല്ല നമ്മളും ഇടയ്ക്ക് ഇങ്ങനെയാ, നമ്മളും ഈ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ചിന്തിക്കാറില്ലേ എന്ത് ജീവിതമോ ചത്താ മതിയായിരുന്നു എന്നൊക്കെ. അപ്പൊ തന്നെ ചെയറൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ പറയും ദൈവമേ ഇപ്പൊ ചത്തേനേന്ന്. ഇതാണ് മലയാളികൾ. ഈ മലയാളികൾ മൊത്തത്തിൽ 2 തരത്തിലേ ഉള്ളൂ. ഒന്ന് ഉണ്ണിമുകുന്ദനെ പോലെ ഡീസൻ്റ് ആയവരും, പിന്നെ ഒന്ന് നല്ലവനായ ഉണ്ണിയെ പോലെ ഡീസൻ്റ് ആയവരും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി വിഷു.